കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 7 യൂണിറ്റ് 1-ലെ രണ്ടാം ഭാഗമായ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്ന പദ്യത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ യോർ ക്ലാസ് റൂം അറ്റ് 2310. Here is an interesting poem about looking at the world in wonder and amazement. അത്ഭുതത്താലും വിസ്മയത്താലും ഈ ലോകത്തെ നോക്കിക്കാണുന്ന ഒരു വളരെ രസകരമായ ഒരു പദ്യമാണ് നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത്. ആ പദ്യത്തിൻ്റെ തലക്കെട്ട് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. അത്ഭുതത്താലും വിസ്മയത്താലും ഞാൻ പാടുന്നു. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഒരു പോയമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വായിക്കാം. The sky is full of the sun and the stars. The universe is full of life. Among all these, I have found a place, and in wonder and amazement I sing. ഈ 4 വരികൾ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നു, ആകാശം നിറഞ്ഞു നിൽക്കുകയാണ്. എന്തുകൊണ്ട്? സൂര്യനും നക്ഷത്രങ്ങളും കൊണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും ജീവനാണ്. പ്രപഞ്ചം മുഴുവനും ജീവൻ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ എമംഗ് ഓൾ ദീസ്, ഇതിനൊക്കെ ഇടയിൽ ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്, ഞാനൊരു സ്ഥലം, ഒരു ഇടം കണ്ടെത്തി. അതുകൊണ്ട് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്, അതുകൊണ്ട് അത്ഭുതത്താലും വിസ്മയത്താലും ഞാൻ പാടുന്നു. അടുത്ത സ്റ്റാൻസ വായിക്കാം. The world is swayed by eternity's rushing tide, rising and falling. I have felt its tug in my blood, racing through my veins. And in wonder and amazement I sing. അപ്പോൾ ഈ ആദ്യത്തെ 3 വരി നമ്മൾ നോക്കാം. കവി എന്താ പറയുന്നത്? The world is swayed by eternity's rushing tide, rising and falling. ടൈഡ് എന്ന് പറഞ്ഞാൽ വേലിയേറ്റം. വേലിയേറ്റം ഉയരും താഴും ചെയ്യും. വേലിയേറ്റം വേലിയിറക്കം ഉണ്ടാവും. അത് കടൽ സംബന്ധമായ ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്, നിത്യതയുടെ ഒരു റഷിംഗ് ടൈഡ്, കുതിച്ചുയരുന്ന ടൈഡ്, വേലിയേറ്റം. അത് ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ the world is swayed. ഉലകം ആടി ഒലയാണ്. swayed എന്ന് പറഞ്ഞാൽ ആടി ഉലയുകയാണ്. അടുത്ത 3 വരിയിൽ എന്താ പറയുന്നത്? I have felt its tug in my blood, racing through my veins. എൻ്റെ ഞരമ്പുകളിലൂടെ ഓടുന്ന രക്തത്തിൽ അതിൻ്റെ ആ പ്രഷർ ഞാൻ അനുഭവിച്ചു. ഈ വേലിയേറ്റവും വേലിയിറക്കത്തിൻ്റെ ആ പ്രഷർ ഞാൻ അനുഭവിച്ചു. I have felt. അതുകൊണ്ട് in wonder and amazement I sing. അത്ഭുതത്താലും വിസ്മയത്താലും ഞാൻ പാടുന്നു. അടുത്ത സ്റ്റാൻസ വായിക്കാം. While walking in the woodlands, with my feet I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gifts of gladness and joy are strewn all around. And in wonder and amazement I sing. ഇവിടെ പറയുന്നെന്താ? While walking in the woodlands, with my feet I have touched the blades of grass. അതായത് കാട്ടിലൂടെ, വുഡ്ലാൻഡ്സ് പറഞ്ഞാൽ കാട്ടിലൂടെ ഞാൻ വെറും കാലിൽ നടക്കണം. വിത്ത് മൈ ഫീറ്റ് എന്ന് പറയുന്നത്. വെറും കാലിൽ നടക്കുമ്പോൾ ആ പുല്ലൊക്കെ എൻ്റെ കാലിൽ തട്ടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഐ ഹാവ് ബീൻ സ്റ്റാർലഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രേഗ്രൻസ്. ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. സ്റ്റാർലഡ് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോവുക, അമ്പരപ്പെടുക. പിന്നെ മാഡൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഭ്രാന്ത് പിടിക്കുക. പക്ഷെ ഇവിടെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രയാസമല്ല, ഒരു പ്രത്യേക മൂഡിലേക്ക് പോവുക. എന്തുകൊണ്ട്? ആ കാട്ടിലെ പൂക്കളുടെ ഫ്രേഗ്രൻസ്, മണം കൊണ്ട് ഒരു പ്രത്യേക മൂഡിലേക്ക് ഞാൻ പോയി. ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്ട്രൂൺ ഓൾ അറൗണ്ട്. ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം നടത്താം രണ്ടിനും. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സമ്മാനങ്ങൾ. സ്ട്രൂൺ എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുക അവിടെയൊക്കെ. അപ്പം ആ കാട്ടിൽ അവിടെയൊക്കെ ഈ ജോയ്, സന്തോഷത്തിൻ്റെ സമ്മാനങ്ങൾ അങ്ങനെ ചിതറിക്കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. അത്ഭുതത്താലും വിസ്മയത്താലും ഞാൻ പാടുന്നു. 3ാമത്തെ സ്റ്റാൻസ വായിക്കാം. I have pricked my ears, I have opened my eyes, I have bared my heart to the world. In the midst of the known, I have sought the unknown, and in wonder and amazement I sing. ഇവിടെ എന്താ പറയുന്നത്? I have pricked my ears. pricked എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു സൂചി പോലത്തെ ഒരു സാധനം. സൂചി എടുത്തിട്ട് കാത് കുത്തുക, അല്ലെങ്കിൽ എവിടെയും ഒരു ഹോൾ ഉണ്ടാക്കുക. I have pricked my ears എന്ന് പറഞ്ഞാൽ കമ്മലിടാനായിട്ട് ചെവി കുത്തി.
പക്ഷെ ഇവിടെ എന്താ അർത്ഥം ഉണ്ടാക്കുന്നത്? ഐ പ്രിക്ഡ് എന്ന് പറഞ്ഞാൽ ചെവി കൂർപ്പിക്കുക, കൂടുതൽ ശ്രദ്ധിക്കുക എന്നർത്ഥം. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചു. ഐ ഹാവ് ഓപ്പൺ മൈ ഐസ്, ഞാൻ എൻ്റെ കണ്ണുകളെ തുറന്നു, അത് നല്ലോണം വീക്ഷിക്കാനായിട്ട് എൻ്റെ കണ്ണുകളെ കൂടുതൽ തുറന്നു. ഐ ഹാവ് ബേഡ് മൈ ഹാർട്ട് ടു ദ വേൾഡ്, ഞാൻ എൻ്റെ ഹൃദയത്തെ ഈ ലോകത്തോട് വെളിപ്പെടുത്തി. ബേർ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുക. ഇൻ ദ മിഡ്സ് ഓഫ് ദ നോൺ ഐ ഹാവ് സോട്ട് ദ അൺനോൺ. അപ്പം പരിചയമുള്ളവരുടെ ഇടയിൽ, മിഡ്സ് എന്ന് പറഞ്ഞാൽ ഇടയിൽ, പരിചയമുള്ളതിൻ്റെ ഇടയിൽ ഞാൻ പരിചയമില്ലാത്തതിനെ തിരഞ്ഞു. സോട്ട് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, തിരയുക. ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്, അത്ഭുതത്താലും വിസ്മയത്താലും ഞാൻ പാടുന്നു. ഓക്കെ സ്റ്റുഡൻസ്, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്ന പദ്യത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ യുവർ ക്ലാസ് റൂം അറ്റ് 2310. അതോടൊപ്പം നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് എഴുതുക. അത് എന്നെ വളരെയധികം ഇംപ്രൂവ്മെൻറ്റിന് സഹായിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.